എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യു ആർ വാച്ചിങ് ഡയലോഗ് 360 ബൈ ജിംജു. കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു വിഭാഗമാണ് നിരീക്ഷകർ. പാമ്പ് നിരീക്ഷകൻ മുതൽ കൂടോത്രം നിരീക്ഷകൻ വരെ കേരളത്തിലെ വിവിധങ്ങളായ ചാനലുകളിൽ വന്നിരുന്ന് തങ്ങളുടെ നിരീക്ഷണം വ്യക്തമാക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖരാണ് രാഷ്ട്രീയ നിരീക്ഷകർ. സാധാരണ രാഷ്ട്രീയ നിരീക്ഷകർക്ക് പ്രത്യേകിച്ചും ഇലക്ഷൻ സമയത്തും അതിൻ്റെ റിസൾട്ട് അറിയാനാകുന്ന സമയത്തൊക്കെ ചാനലിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാനും നിലപാടെടുക്കാനും അതുപോലെ തന്നെ പ്രവചനങ്ങൾ നടത്താനൊക്കെ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് അവർ തന്ത്രപരമായ എന്തെങ്കിലും ഒരു നിലപാടായിരിക്കും പൊതുവെ സ്വീകരിക്കാറുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ തന്റെ നിലപാടുകൾ ഘോരഘോരം പ്രഖ്യാപിക്കുകയും വരാൻ പോകുന്ന റിസൾട്ടിനെ കുറിച്ച് വളരെ ലളിതമായി വളരെ ഈസിയായി പ്രവചിക്കുകയും ചെയ്ത ഒരു പ്രവചന സിംഹമായിരുന്നു ഡോക്ടർ ഫക്രുദ്ദീൻ അലി എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ. അദ്ദേഹം വളരെ കാലമായി കേരളത്തിലെ സർവത്ര എല്ലാ ചാനലുകളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് പൊതുമാധ്യമങ്ങളിൽ ചില വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം സംശയത്തിന്റെ ഒരു മേമ്പൊടി പോലും ഇല്ലാതെ അത്ര ഉറപ്പോടെ കോൺഗ്രസ് കേരളത്തിൽ തകർന്നു തരിപ്പണമാകും എന്നങ്ങ് പറഞ്ഞു കളഞ്ഞു. ഒരവസരത്തിൽ കേരളത്തിൽ കോൺഗ്രസ് നാമാവശേഷമാകും എന്ന് വരെ പറഞ്ഞതായിട്ടാണ് ഓർമ്മ. എങ്ങനെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ എന്നുള്ളത്? ചില്ലിങ് ആയിരിക്കും വരാൻ പോവുകയാണ്. ഈ ഇലക്ഷനിൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ LDF കൂടുതൽ സീറ്റുകൾ കിട്ടും. BJP 2 സീറ്റ്, LDF കൂടുതൽ സീറ്റുകൾ കിട്ടും. LDF 12 സീറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് വരുന്നെങ്കിൽ പണി വളരെ എളുപ്പമാണ്. കോൺഗ്രസ് വളരെ എളുപ്പം ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യും. ലീഗ് ചിലപ്പോൾ മുന്നണി വിട്ടുപോകും. കോൺഗ്രസ് തന്നെ പടലപ്പണക്കങ്ങൾ വരും. BJP ആ രീതിയിൽ ഇഷ്ടപ്പെടും. CPM തൽക്കാലത്തേക്ക് CPM വലിയ പ്രശ്നമൊന്നും വരില്ല, കാരണം അത് കേട പാർട്ടിയാണ്. എന്നാൽ കേന്ദ്രത്തിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുമെന്നും പ്രഖ്യാപിച്ചു. BJP സംബന്ധിച്ച് ആഫ്റ്റർ ഓൾ ഇപ്പം കേന്ദ്രത്തിൽ 400 സീറ്റും കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഒറ്റയ്ക്ക് ഒരു അധികാരത്തിലൊക്കെ വരും. എന്നാൽ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം പിന്നീട് ഇദ്ദേഹം എവിടെ പോയി എന്നുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു നമ്മൾ. അവസാനം അദ്ദേഹത്തെ വളരെ നാളുകൾക്ക് ശേഷമുള്ള അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനത്തെക്കുറിച്ചും പ്രവചനത്തെക്കുറിച്ചുമൊക്കെ എന്തെങ്കിലും ഒന്ന് പറയും എന്നാണ് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ കരുതുക. അറ്റ്ലീസ്റ്റ് എൻ്റെ നിഗമനങ്ങൾ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി എന്തെങ്കിലും സൂചിപ്പിക്കുമെന്ന് നമ്മൾ കരുതി. പക്ഷേ പ്രവചനത്തിൽ നിന്നും ഇലക്ഷൻ റിസൾട്ടിൽ നിന്നുമൊക്കെ അദ്ദേഹം അതിവിദഗ്ധമായി മുങ്ങിയിട്ട് പിന്നെ പൊങ്ങിയത് തുർക്കിയിലാണ്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന നടത്തിയിരുന്നു. പക്ഷെ അതിനെതിരെ ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നു, അതായത് സദ്ദാം ഹുസൈൻ്റെ ഗതി വരരുത് എന്ന് ഓർക്കിട്ട് എങ്ങനെയൊന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. അപ്പം തന്നെ ആളുകൾക്ക് കോമഡി മനസ്സിലാവും. പിന്നെ ഇങ്ങോട്ട് തിരിച്ചറിയേണ്ട ആവശ്യം, അയാളെ ആളാക്കേണ്ട ആവശ്യമില്ല. എർദോഗനെ ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെ ഏതെങ്കിലും പ്രവചനങ്ങളും നിരീക്ഷണങ്ങളും ഒന്നും ഇങ്ങനെ കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു സമയത്തെ ആ ഒരു ഓവർ കോൺഫിഡൻസും ഉറപ്പുമൊക്കെ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം എന്ന് കരുതിയെന്ന് മാത്രം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.